അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഫാദറിന് എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് കളിക്കുന്നത്? ഈ വാഹനം അവിടെ ഇരിക്കുന്നു, ഇതുവരെ ഈ ബൈക്ക് അവർ എടുത്തോണ്ട് പോകാൻ ഇപ്പോൾ 2 വർഷമായി. ഇന്ന് വരെ ആ ബൈക്ക് എടുത്തോണ്ട് പോകാൻ രാഹുൽ ദാസ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. എന്തുകൊണ്ട്? ഇനിയും പല കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ എനിക്ക് പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ പറയേണ്ടതായിട്ട് വരും. എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ രാഹുൽ ദാസിനെ. ఎందరో మహానుభావులు ഉലു ഉലു. ഇപ്പം നിങ്ങൾ കരുതും എനിക്ക് ഭ്രാന്തായോന്ന്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഭ്രാന്തല്ല, ഭ്രാന്തിന്മേൽ ഭ്രാന്തായി എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് ഒരു തെറ്റുമില്ല. സീരിയസ്ലി ഒരു തെറ്റുമില്ല. കാരണം ഞാൻ ആദ്യം തന്നെ എൻ്റെ കണ്ണ് തുറന്ന് ഞാൻ ഒന്നും കൂടെ ഒന്ന് നോക്കട്ടെ. ഇസ് ദിസ് ഫാദർ ബിഷപ്പ് നോബിൾ? യെസ്, ഫാദർ തന്നെയാണ്. ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു കോൺട്രവേഴ്സി ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. നിങ്ങളുടെ ഹെയ്റ്റ് കിട്ടുമോ എന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഞാനെൻ്റെ സോഷ്യൽ മീഡിയയിൽ രേണു സുധിയായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ കുറേ ടോപ്പിക്കുകൾ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുമുണ്ട്. ഞാൻ ഇട്ട ഒരു വീഡിയോയും തെറ്റാണെന്നോ നുണയാണെന്നോ ഇന്ന് ഈ സ്പേസിലിരുന്നിട്ട് ഞാൻ ചെയ്ത വീഡിയോകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നു, ഞാൻ സമ്മതിക്കുന്നു, എല്ലാം ഞാൻ പറഞ്ഞതാണ്, എല്ലാം ശരിയാണ്. ഇപ്പം ആ ശരി മാറി എന്നും ഞാൻ പറയുന്നില്ല, ഇപ്പോൾ പുതിയ ശരി വന്ന് എന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം കറൻ്റ്ലി ആളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായതുകൊണ്ട് ഈ പെർട്ടിക്കുലർ വ്യക്തിയായിട്ട് വീഡിയോ ചെയ്യാൻ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നില്ല. സോ ലെറ്റ് ഹർ ഡു എനിത്തിങ് ദറ്റ് ഷീ വാണ്ട് ഡു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തത്. ഈവൻ മേ ബി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ബാക്കി എല്ലാ വ്യക്തികളുടെ കോണ്ടൻറ്റുകളും അല്ലെങ്കിൽ അവർ സംസാരിച്ചിട്ടുള്ള വീഡിയോസും എടുത്ത് നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് അറിയാം. എല്ലാവരും ഐ ബിലീവ് ഒരു 75% ഓഫ് ആൾക്കാർ വീഡിയോ ചെയ്യുന്നവർ നിർത്തിയെങ്കിലോ അല്ലെങ്കിൽ പിന്നെ ഉണ്ടായിരുന്ന പല കോൺട്രവേഴ്സിയിൽ സംസാരിക്കാണ്ട് നിന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിന് ശേഷം നിങ്ങൾക്കറിയാം പല 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 കോൺട്രവേഴ്സി, ഞാൻ ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ മുഖം പോലും അതിന് ശേഷം എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ട് കൂടില്ല. അതിന് റീസൺ ആളുടെ ഈ അസുഖമാണ് എന്ന് കരുതി അതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നുണയാണെന്നോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ആളെ പൊക്കി അടിക്കുക എന്നോ ഒരു ആംഗിളും എനിക്കില്ല. പക്ഷേ ഇവിടെ ഈ ഫാദറിൻ്റെ ഈ ഒരു ഹോൾ ഇൻ്റർവ്യൂ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിന് ശേഷം ഇവരുടെ ടോപ്പിക് റെയർ ടു റെയർ ആണ് എടുത്തത്. ഓരോ വ്യക്തികളും 5ഉം 6ഉം വീഡിയോസ് ഇട്ട സമയത്ത് പോലും ഞാൻ ഒരു വീഡിയോ എങ്ങാനോ 1ഓ 2ഓ വീഡിയോ എങ്ങാനാണ് ഈ വിഷയത്തിൽ ചെയ്തത്. എന്നാൽ ഈ ഫാദറിൻ്റെ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് സത്യം പറയാം ഞാൻ ഇങ്ങനായിപ്പോയി. ഞാൻ ആലോചിക്കുന്നത് ഇത് ഫാദർ തന്നെയാണ്. കാരണം എടാ എന്തൊക്കെ കോൺട്രവേഴ്സിയാണ് ഈ പർട്ടിക്കുലർ വ്യക്തിയുമായി ബന്ധപ്പെട്ടുണ്ടായത്. എന്തൊക്കെയാണ് പറഞ്ഞത്, വിഷപ്പാമ്പ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിന് അഗെയിൻസ്റ്റ് കേസ് കൊടുക്കാൻ പോകുന്നു, കേസിൻ്റെ ഷീറ്റ് നമുക്ക് കിട്ടുന്നു, ഫാദറിൻ്റെ ഓഡിയോസ് കിട്ടുന്നു, ഓഡിയോ എടുത്ത് വെച്ച് നമ്മൾ സംസാരിക്കുന്നു, കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നു, കിച്ചുവിനെ ചേർത്ത് നിർത്തുന്നു, പ്രോപ്പർട്ടി തിരിച്ചു വാങ്ങാൻ നോക്കുന്നു. ഇങ്ങനെ ഒരുപാട് അലിഗേഷൻസ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു. എന്നാൽ എനിക്കിതൊന്നും അറിയില്ല, രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫാദറിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ എനിക്ക് ഷോക്കിംഗ്, സർപ്രൈസിങ്, ഞാൻ ഞെട്ടിക്കുക. വളരെ സിമ്പിളായിട്ട് ഇത്രയും കാലം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവരെൻ്റെ അടുത്ത് വന്ന് സോറി പറഞ്ഞതുകൊണ്ട് ഞാനിത് വിടുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഒന്നും അറിയില്ല, ഒന്നും കേട്ടിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, എല്ലാം വീഡിയോക്കാരെന്ന് പറയുന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ എടാ എനിക്ക് സീരിയസ്ലി ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രം എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ വീഡിയോയിൽ വി ആർ ഗോണ ഡിസ്കസ് അബൌട്ട് ഫാദറിൻ്റെ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ, അതിൽ ഫാദർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഒന്നൊന്നായി ഐപാഡിൻ്റെ പെന്നൊക്കെ വെച്ചാൽ ഞാൻ ഇരിക്കുന്നത്. ഫാദർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇരുന്ന് നമുക്കങ്ങ് കേൾക്കാം. നമുക്കിപ്പം മെയിനായിട്ട് ചില ക്വസ്റ്റ്യനുകൾ വ്യൂവേഴ്സിന് അറിയാനായിട്ടുണ്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ ഇന്റർവ്യൂവിലും പിന്നെ രേണു സുധിയുടെ കുറച്ച് ഇന്റർവ്യൂവിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഫാദർ അതൊരു സപ്പോർട്ട് ചെയ്തൊരു ഒരു ഇന്റർവ്യൂ ഫാദറിന്റെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ചില ഒരു ക്വസ്റ്റ്യൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫാദറിന്റെ സൈഡിൽ നിന്ന് ഫാദറിന് എന്തൊക്കെ പറയാനുണ്ടോ അത് ഓപ്പൺ ആയിട്ട് വീഡിയോയിലൂടെ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് ജനങ്ങൾക്ക് അതെല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഫാദറിന് എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് കളിക്കുന്നത്? ഈവൻ വീഡിയോ ചെയ്ത സമയത്ത് ഞാനും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഇരട്ടത്താപ്പിലുപരി എന്തുകൊണ്ടാണ് ഫാദർ ഇങ്ങനെ മാറിയത്? ഒരുപാട് പേര് മാറിയിട്ടുണ്ട്.
ഒരു വ്യക്തിക്ക് ഇങ്ങനെ അസുഖമാണെന്ന് അറിഞ്ഞ സമയത്ത് അവരോടുണ്ടാവുന്ന ആറ്റിറ്റ്യൂഡിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്ലേറ്റ് മറിച്ചിടുന്നത് പോലെ ആദ്യം കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തു, ഇവിടെ അഗെയിൻസ്റ്റ് നിന്നു, ഇപ്പോൾ ഇവിടെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിൽക്കുന്നു. ആദ്യം ഇവർ അങ്ങനെ പറഞ്ഞു, പിന്നെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഈ ഇരട്ടത്താപ്പ്. ഇത് തന്നെയാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത്, എനിക്കും ചോദിക്കാനുള്ളത്. കാരണം ഞാൻ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഒന്നോ രണ്ടോ വീഡിയോസിലെങ്കിലും ഞാൻ ഇവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഒന്നോ രണ്ടോ വീഡിയോസിലെങ്കിലും ഇതിന് താഴെ വന്നിട്ട് ഫാദർ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത്, നെഗറ്റീവായ രീതിയിൽ ഒരു കമൻറ്റും ഇട്ടിട്ടില്ല. ആൻഡ് ഫാദറിൻ്റെ ഇൻ്റർവ്യൂസ്, ഫാദറിൻ്റെ ഓഡിയോസ്, ഫാദറിൻ്റെ കേസ് ഫയൽ, ഫാദറിൻ്റെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ, ഫാദറിൻ്റെ വിശപ്പാമ്പ് എന്നീ പല വിഷയങ്ങളും ഞാൻ എടുത്ത് റിയാക്ട് ചെയ്ത വ്യക്തിയാണ്. ഞാൻ ഫാദറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചതാണ്, ഫാദറിന് വേണ്ടി സംസാരിച്ചതാണ്. അപ്പോൾ എനിക്ക് ഓഫ് കോഴ്സ് ഹാവ് ദ റൈറ്റ് ടു ആസ്ക് വൈ ഫാദർ ബീങ് ഇരട്ടത്താപ്പ്. ഇത്രയും കാലം ഇങ്ങനെ പറഞ്ഞു നിന്ന് പിന്നെ ഫാദർ ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ചോദിക്കും, ഇനി എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഈ ഒരു ചോദ്യം ഉണ്ടാവും. ഞാൻ ഇതൊരിക്കലും രേണുവിന് അഗെയിൻസ്റ്റ് സംസാരിക്കുന്ന ഒരു സാധനമല്ല. ഞാനിവിടെ ഈ ഫാദറിനോടാണ് ഞാൻ ചോദിക്കുന്നത്, വാട്ട്സ് ഗോയിങ് ഓൺ, എന്താണ് ഹാപ്പനിങ്? ഇത് ഇരട്ടത്താപ്പല്ല, അതിനും കൂടി എന്തോ താപ്പാ. അതായത് കഴിഞ്ഞ 10 മാസം മുന്നേ രേണുസുദിനെ പറ്റി ഫാദർ നെഗറ്റീവ് പറഞ്ഞിട്ട് ഇപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് മാറി. അതിനുള്ളൊരു റീസൺ എന്തുവാണ്? രേണുസുദിയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കങ്ങൾ കഴിഞ്ഞ 10 മാസങ്ങളായിട്ടുണ്ടായിരുന്നു. അത് തർക്കങ്ങൾ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആൾക്കാർ എന്നെയും രേണുസുദിയെയും നിർത്തിക്കൊണ്ട് വലിയ ഒരു ഗെയിമായിരുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ ഗെയിമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർ രേണുസുദിയെ തയ്യാറാക്കുന്ന സമയത്ത് എന്നെ എടുത്ത് ഉപയോഗിക്കുവാനിടയായി. ഓക്കെ, ഞാനും രേണുസുദിയുമായിട്ട് മുഖാമുഖം ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, സംസാരം ഉണ്ടാക്കിയിട്ടില്ല, ഒരു വഴക്കോ ദേഷ്യമോ അന്നേരം വന്നിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വളരെ സൈബർ ബുള്ളി ചെയ്യേണ്ട അനുഭവങ്ങൾ പലതും വന്ന സമയത്ത് നിരവധി മീഡിയാസ് എന്നെ ഇന്റർവ്യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ ചോദിച്ചൊരു ചോദ്യത്തിന് അച്ഛൻ കൊടുത്തൊരു മറുപടി ഉണ്ട്. ഞാനും രേണുസുദിയും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, സോഷ്യൽ മീഡിയക്കാരാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന്. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാനും രേണുവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയക്കാരെ എൻ്റെയും രേണുവിൻ്റെയും പേരിൽ പ്രശ്നം ഉണ്ടാക്കാത്ത? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ്? വൈ അച്ഛൻ്റെ പേര് വിശപ്പാമ്പ് എന്നോ വിളിച്ചത് അച്ഛനെയല്ലേ? നമ്മളാരെങ്കിലും ആണോ വിളിച്ചേ? സജീനയും രേണുവും കൂടെ വന്നിട്ട് ലൈവിൽ വിളിച്ച കാര്യം അച്ഛൻ ഓർമ്മയില്ലേ? അപ്പോൾ പ്രശ്നമില്ലാത്തൊരു വ്യക്തിയെ നേരെ കയറി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിളിക്കുമോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. സോഷ്യൽ മീഡിയ എങ്ങനെയാണ് കോൺട്രവേഴ്സി ഉണ്ടാക്കുക? ഫാദറിൻ്റെ പേര് വെച്ചിട്ട് സോഷ്യൽ മീഡിയക്ക് ഇങ്ങനൊരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യേണ്ടോ അല്ലെ കളിക്കേണ്ട ആവശ്യം എന്താ? ഒരു കൂട്ടം ആൾക്കാർ മേ ബി ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊക്കെ ആയിരിക്കും. ഞങ്ങൾക്ക് വെറുതെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒരുപാട് ഞാനും ഫാദറും തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല, നമ്മൾ മ്യൂച്വലി ഫോളോയിങ്ങും അല്ല, ഒന്നുമല്ല. എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരുപാട് യൂട്യൂബേഴ്സിന് അച്ഛൻ കുറേ കോണ്ടൻറ്റുകൾ കാര്യങ്ങൾ അയച്ചു കൊടുത്തല്ലോ, റെക്കോർഡിങ്ങുകൾ അയച്ചു കൊടുത്തല്ലോ. ഈ റെക്കോർഡിംഗ് ഒക്കെ ഞങ്ങളെല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ റെക്കോർഡിംഗ് ഒക്കെ അയക്കേണ്ട ആവശ്യം എന്താ? അച്ഛന് ഭാഗികമായിട്ട് ഒരു പ്രശ്നവും ഇല്ലല്ലോ. സോഷ്യൽ മീഡിയ മെനഞ്ഞെടുത്തിട്ടുള്ള പ്രശ്നങ്ങളല്ലേ, എന്തിനതിന് നിന്നു? അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുക. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞിട്ടുമുണ്ട്. അച്ഛൻ അവരും പറഞ്ഞിട്ടുണ്ട്, അവരച്ഛനെയും പറഞ്ഞിട്ടുണ്ട്. 10 മാസം ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റി എന്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ആ പർട്ടിക്കുലർ വ്യക്തിക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ തീർന്ന്. അവിടെ പിന്നെ വേറൊരു വോയിസോ വേറൊരു കൗണ്ടർ ചോദ്യമോ വരുന്നില്ല. എവിടെയാണ് സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്നത്? അല്ലെ എന്തിനാണ് നിങ്ങളെ വെച്ച് ഉണ്ടാക്കുന്നത്? ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഇൻ്റർവ്യൂവിൽ വന്നെന്താ പറയേണ്ടത്? എനിക്ക് സഹോദരിയുമായിട്ടൊരു പ്രശ്നവുമില്ല, സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആൾക്കാരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞൂടെ? അപ്പോൾ ഒന്നും പറഞ്ഞില്ല. ഈ 10 മാസം കഴിഞ്ഞതിന് ശേഷമാണ് സോഷ്യൽ മീഡിയക്കാർ വലിയ പ്രശ്നക്കാരായത്. എനിക്കറിയില്ല. ഇനി അച്ഛൻ ഏതെങ്കിലും യൂട്യൂബേഴ്സുമായിട്ട് ചാറ്റോ കോൺവെർസേഷനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് തീരുട്ടോ. അതുകൊണ്ട് വെറുതെ സോഷ്യൽ മീഡിയനെയോ അല്ലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയോ പറയാൻ നിൽക്കണ്ട. ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ആൻസർ ഞാൻ കൊടുത്തു. അത് രേണുസുദി ചെയ്തു പോയിട്ടുള്ളതായ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി ഇവർ ചോദിക്കുമ്പോൾ ഞാൻ ഒരു ബിഷപ്പ് എന്നുള്ള രീതിയിൽ അതിന് ഉത്തരം കൊടുക്കുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്ന കാര്യങ്ങൾ ഞാൻ വളരെ ദേഷ്യത്തോടു കൂടെ രേണുസുദിയെ വിമർശിച്ചുകൊണ്ട് ഞാൻ വീഡിയോകൾ കൊടുക്കേണ്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇരട്ടത്താപ്പെന്ന് നിങ്ങൾ സമൂഹം ഒരു വിഭാഗം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വിഭാഗം, എല്ലാവരും ഇല്ല, ഒരു വിഭാഗം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചില ആൾക്കാർ ഈ രോക്ഷാകുലമായി സംസാരിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? നിങ്ങൾ തമ്മിൽ ബാഹികമായി ഒരു പ്രശ്നവും ഇല്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ വെറുതെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കിയതല്ലേ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബാഹികമായി ദേഷ്യം പിടിച്ച് വികാരനിർഭരമായി സംസാരിച്ചത്? ഒരു പ്രശ്നവുമില്ലാത്ത രണ്ടാൾക്കാർ. അവിടെ പ്രശ്നമുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ പരസ്പരം സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കോണ്ടന്റുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. ഓർമ്മയില്ലായിട്ടായിരിക്കും അല്ലേ? ഒക്കെ പറഞ്ഞിരുന്നു.
എനിക്ക് ആ വീഡിയോകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇവിടെ വെക്കാൻ ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കൂട്ടം റിയാക്ഷൻ വീഡിയോക്കാർ ഇതാണ് പറയുന്നത്, ഈ കാറ്റഗറി ഓഫ് ഫേക്ക് പേഴ്സൺസിന് ഒരിക്കലും ഒരു സ്പേസ് കൊടുക്കരുത് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ എന്നുള്ളത് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സോ കോൾഡ് വീഡിയോക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനൊരു കോണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ എടുത്തു വെച്ച് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനോ ഓഡിയോ കളക്ട് ചെയ്യാനോ റെക്കോർഡിംഗ് കളക്ട് ചെയ്യാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. ഈ പെർട്ടിക്കുലർ ഫാദർ പറഞ്ഞ ബന്ധപ്പെട്ട് വിശ്വസിച്ചുകൊണ്ട് ഓഡിയോസും ചാറ്റും കോളും കോൺവെർസേഷനും കേട്ടിട്ടുള്ള റിയാക്ഷൻ വീഡിയോക്കാരോട് പറയാനുള്ളത് ഇതാണ് ഫാദറിൻ്റെ സ്വഭാവം. വീണ്ടും ഒരു കണ്ടന്റ് ആക്കി എടുത്തു വെച്ച് അവർ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇത്രേ ഉള്ളൂ. രേണുസുതി കേരള സമൂഹം കാണുന്നത് പോലെ ഒരു വലിയ ക്യാൻസറിന്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ രേണുസുതി ഞാനുമായിട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് വേദനയായിരുന്നു. എനിക്ക് വളരെ വേദന ഉണ്ടായി. എന്റെ ഫാമിലിക്ക്, എന്നെ സ്നേഹിക്കുന്ന വെൽവിഷേഴ്സിന്റെ ലോകരാജ്യങ്ങളിലുള്ള എന്റെ ബന്ധുമിത്രാദികൾക്കൊക്കെ വേദന ഉളവാക്കി. അപ്പോൾ രേണുസുതിക്ക് സുഖമില്ലാത്ത സാഹചര്യങ്ങൾ വന്ന സമയത്ത് രേണുസുതിയുടെ പിതാവും മാതാവും സഹോദരിയും രേണുസുതിയും എന്റെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്ന് അവരെന്നെ നേരിട്ട് കണ്ടു. വന്നു പോയതായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മാപ്പപേക്ഷിക്കുകയുണ്ടായി. മാപ്പപേക്ഷിച്ച ശേഷം രേണുസുതിയും കുടുംബവും പ്രാർത്ഥനയ്ക്കായിട്ട് അവർ റിക്വസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് പ്രാർത്ഥന, ബിഷപ്പിന്റെ പ്രാർത്ഥന വളരെ ആവശ്യമായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ വളരെ ദുഃഖത്തിലൂടെയും വേദനയിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിഷപ്പിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവരുടെ ഈ ദയനീയമായ, ഈ രോഗാതുരമായിട്ടുള്ള ഈ വേദനയുടെ സന്ദർഭത്തിൽ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അവരോട് മനസ്സലിയുകയും അവരുടെ വീട്ടിലേക്ക് പോവുകയും പല സന്ദർഭങ്ങളിൽ അവർ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ പോയി പ്രാർത്ഥനാ ചടങ്ങുകളിൽ സംബന്ധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യമായ കാര്യം. അതാണ് സംഭവിച്ചിരിക്കുന്നത്. രേണുസുതിനെ കാണാനായിട്ട് അച്ഛൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവർ വിളിക്കുമ്പോൾ, അവർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, ഞാൻ ഫ്രീ ടൈം ഉള്ള സമയത്ത്, അവർ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥനകളിൽ സംബന്ധിക്കും, പ്രാർത്ഥനാ ചടങ്ങുകളിൽ സംബന്ധിക്കും. അങ്ങനെ പോകുമ്പോൾ രേണുസുതിയുടെ രോഗവിവരങ്ങൾ അറിയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഈ ഒരു സാധനത്തിനെ ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ കുറ്റം പറയുന്നില്ല. ഇങ്ങനെ ചെയ്തില്ലെങ്കിലായിരുന്നു ഞാൻ ഫാദറിനെ കുറ്റം പറയുക. ഫാദറെ, ഇത്ര സംഭവം ഇവിടെ നടന്നിട്ടുള്ളൂ. ഈ ഒരു സംഭവം ഫാദർ വ്യക്തമായി പറഞ്ഞാൽ മതി. ഈ 10 മാസത്തോളം കുറ്റം പറഞ്ഞ ഫാദർ ഒറ്റ ദിവസം കൊണ്ട് തിരിഞ്ഞ് നമ്മളടുത്ത് കുറ്റം പറഞ്ഞിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഞാൻ കുറ്റക്കാരനല്ല, ഇവരാണ് കുറ്റക്കാരൻ എന്ന് പറയുമ്പോഴാണ് നമുക്കെല്ലാവർക്കും, ഞാൻ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാനുള്ളതിൻ്റെ ഒരു റീസൺ ഇതുകൊണ്ട് മാത്രമാണ്. ഫാദർ പറയാം, ഞങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായിരുന്നു, അവരും അവരുടെ വീട്ടുകാരും വന്നിട്ട് ആ പ്രശ്നം ഞങ്ങൾ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്തു. ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് അങ്ങോട്ട് പോയി, വിഷയം കഴിഞ്ഞു. വേറെ അവിടെ ചോദ്യമല്ല, വർത്താനമല്ല. ഇനി പഴയ വിഷയങ്ങൾ സംസാരിക്കാനോ ആക്കാനോ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ അതിലോട്ട് പോകുന്നില്ല, ഞാൻ അത് ചെയ്യുന്നില്ല, ഞാനിപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഈ വിഷയം തീർന്നു. എന്നാൽ അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല, അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ആ കോൺവെർസേഷൻ ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. പകരം എന്താ നമ്മൾ കാണുന്നത്? പകരം എന്താ നമ്മൾ കേൾക്കുന്നത്? എന്താ കേൾക്കുന്നത്? ഇതൊന്നുമല്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല രാമനാരായണ, എനിക്കൊന്നും അറിയില്ല. സോഷ്യൽ മീഡിയക്കാരും കുറച്ച് റിയാക്ഷൻ വീഡിയോക്കാരും കൂടെ കയറി എന്തൊക്കെയോ പ്രശ്നങ്ങൾ അങ്ങോട്ട് ആക്കി. ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന ഫാദറാ. നമ്മൾ ആരെങ്കിലും ഈ ടോപ്പിക് എടുക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, റിയാക്ട് ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. അവരമ്മയും മോനും തമ്മിലുള്ള പ്രശ്നം അവരമ്മയും മോനും സോഷ്യൽ മീഡിയയിൽ വന്ന് തീർക്കുന്നു. മോനൊരു വീഡിയോ ഇടുന്നു, അമ്മ ഒരു വീഡിയോ ഇടുന്നു, പരിപാടി അവിടെ കഴിഞ്ഞു. ഇപ്പം അമ്മ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്നില്ല. അമ്മയുടെ കാര്യങ്ങളും റീൽസും അതും ഇതും കണ്ടന്റും ട്രീറ്റ്മെൻറ്റും ആയിട്ട് അമ്മ പോകുന്നു. മകൻ ഇതേ സംസാരിക്കുന്നില്ല. മകൻ്റെ ബിസിനസ്സും കാര്യങ്ങളും ആയിട്ട് പോകുന്നു. ഫാദർ ഒരു ചാനലിൽ പോയി ഇൻ്റർവ്യൂ കൊടുക്കുന്നു, ഫാദർ അല്ലാണ്ടൊരു വീഡിയോ ഇടുന്നു, ഇപ്പോൾ 2ാമത്തെ ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. പ്രശ്നമില്ലാത്ത വ്യക്തികളുടെ ഇടയിൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഇവരുടെ പേരിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരു വ്യക്തി താങ്കൾ മാത്രമാണ്. താങ്കൾ അത്രത്തോളം ഇവരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ കോൺട്രവേഴ്സി ഇവിടെ അവസാനിപ്പിക്കുക. മകൻ്റെ സൈഡിലും അമ്മേൻ്റെ സൈഡിലും ജീവിക്കട്ടെ. താങ്കൾക്ക് വേണം എല്ലാ ദിവസവും അവിടെ പോയി പ്രാർത്ഥിച്ചു കൊടുക്കുക, ആ അസുഖം മാറാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ട സപ്പോർട്ട് കാര്യങ്ങൾ കൊടുക്കുക. പകരം ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ട് വെറുതെ ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കേണ്ട ആവശ്യം എന്തിനാണ് ഫാദർ? ഇവിടെ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത് റിയാക്ഷൻ വീഡിയോക്കാരോ സോഷ്യൽ മീഡിയ അല്ല, ഫാദറാണ്. അതിപ്പം 2ാമത്തെ ചോദ്യം സോഷ്യൽ മീഡിയയിൽ വരുന്നത്, അതായത് കമന്റ് ബോക്സിലാട്ട് അല്ലെങ്കിൽ വേറെ ഇന്റർവ്യൂസിലാട്ട് ആൾക്കാർ ചോദിക്കുന്ന 2ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കിച്ചുവിനെ ഫാദർ ആദ്യം ചേർത്ത് നിർത്തി. അതായത് ഫാദർ കുറെ സപ്പോർട്ട് ചെയ്തു, അവരുടെ 2 പിള്ളേരെയും കുറെ സപ്പോർട്ട് ചെയ്തു, പിന്നെ പ്രോപ്പർട്ടി ത്രൂ അവരെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് അതായത് ഒരു ചാഞ്ചാട്ടം എന്ന് പറയുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവർ പോയേക്കുന്നത് ഫുൾ രേണുസുതിയുടെ സൈഡിലോട്ടാണ്. കിച്ചുവിനെ പറ്റി കുറെ അലിഗേഷൻസ് ഫാദർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ത്രെട്ടൺ പോലെയാണ് ആൾക്കാർ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഫാദർ കിച്ചുവിനെ ത്രെട്ടൺ ചെയ്യുവാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതിനെപ്പറ്റി ഫാദർ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ ഒരു അവസരം തന്നത് നന്നായിട്ടുണ്ട്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, അദ്ദേഹം കൊല്ലം സ്തുതിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകനാണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അതെ. അപ്പോൾ ഈ കൊല്ലം സ്തുതി മരിച്ച ശേഷം കേരളത്തിൽ എല്ലാവരും ബഹുമാനിക്കുകയും വളരെയധികം കാണുകയും ചെയ്യുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകനാണ് ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ. അദ്ദേഹമാണ് എന്നോട് ആവശ്യപ്പെട്ടത്
ഈ കൊല്ലം ശ്രുതിയുടെ ആകസ്മികമായിട്ടുള്ള ഈ അപകട മരണത്തിന് ശേഷമായിട്ട് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് താമസിക്കുവാനായിട്ട് സ്വന്തമായിട്ടൊരു വീടോ സ്ഥലമോ ഇല്ല. അവരൊരു പൊങ്ങന്താനം എന്ന്, കോട്ടയം ജില്ലയിൽ പൊങ്ങന്താനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോളനിയുടെ അടുത്ത് ഒരു വാടക ഒരു മുറി വീട്ടിൽ കഴിയുകയാണ്. അപ്പോൾ ഞാൻ എന്റെ ദേശത്തുള്ള നിരവധി സാധുക്കളായിട്ടുള്ള ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത, തല ചായ്ക്കാൻ വീടില്ലാത്ത ഒരു 10 കുടുംബത്തിന് വീട് വെക്കുവാനായിട്ട് ആ സമയത്ത് സ്ഥലം കൊടുത്തു. ആ വിവരം ആർ ശ്രീകണ്ഠൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ ചാനലുകളിലൂടെ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ആകസ്മികമായിട്ട് ഈ കൊല്ലം ശ്രുതിയുടെ വാഹന അപകടത്തിലൂടെ അദ്ദേഹത്തിന്റെ ഈ മരണം സംഭവിച്ചത്. അപ്പോഴാണ് ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നെ വന്ന് കാണുകയും എന്റെ താമസ സ്ഥലത്തേക്ക് വരികയും എന്നോട് ഈ കാര്യം ആവശ്യപ്പെടുകയും ചെയ്ത് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തണമെന്ന്. അങ്ങനെ കൊല്ലം ശ്രുതിയുടെ 2 മക്കളുടെ പേരിൽ 7 സെന്റ് സ്ഥലം എന്റെ കുടുംബ സ്വത്തിൽ നിന്ന് തുല്യ അവകാശമായി, അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക, തുല്യ അവകാശമായിട്ട് രാഹുൽ ദാസിനും രാഹുൽ ദാസിന്റെ അനുജൻ ഋതുൽ ദാസിനും തുല്യ അവകാശമായി ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതാണ്, സന്തോഷത്തോടു കൂടെ. ഞാൻ ഒരിക്കലും അതിനെ എതിർത്തിട്ടോ ആ കാര്യങ്ങളെ പറ്റി ഒന്നും സങ്കടപ്പെടുകയോ ചെയ്യുന്നില്ല. ഞാൻ എതിർത്ത കാര്യം എന്തുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇപ്പോൾ അവൻ 23 വയസ്സ് പ്രായമുണ്ട്. ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് വളരെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന മേഖല ഇവിടെ അടുത്താണ്, ഞങ്ങളുടെ അടുത്താണ് ഇവരുടെ ഈ പൊങ്ങന്താനമൊക്കെയുള്ള സ്ഥലങ്ങൾ. ദേശനിവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട പല അയൽവാസികളും ഈ രാഹുൽ ദാസിനെ പറ്റിയുള്ള പല കാര്യങ്ങളും ഈ വസ്തു ഞാൻ എഴുതി കൊടുത്തതിന് ശേഷമായിട്ട് നടന്ന പല സംഭവങ്ങളും എന്നോട് വന്ന് പറഞ്ഞിരുന്നു, പൊതുസമൂഹത്തോട് പറഞ്ഞു. ആ സമയത്ത് രേണു സുധിയുടെ മുൻകാല ജീവിതത്തിൽ പല വീഴ്ചകളും കുറവുകളും ഒക്കെ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റുമോ? അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ പോരായ്മകളൊക്കെ നമ്മൾ ഒരാൾ സുഖമില്ലാതിരിക്കുമ്പോൾ അവരെ നമ്മൾ എന്താ പറയാ കല്ലെടുത്തെറിയുന്ന ഒരു അനുഭവം ആകാൻ പാടില്ല. അവർ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണെങ്കിൽ അവരോട് വന്ന് വീട്ടിൽ വന്ന് സംസാരിച്ചത് നമുക്ക് സോൾവ് ചെയ്യാം. ഒരു മകനും അമ്മയും തമ്മിലുള്ള ബന്ധം പോലെ അവർക്ക് 2 കൂട്ടർക്കും അത് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവര് 2 കൂട്ടരും അത് പറയാതെ 2 കൂട്ടരും സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്തു, ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാരണത്താൽ അനവധി പേരുടെ ചോദ്യങ്ങൾ എന്റെ നേരെ വരികയുണ്ടായി. ഇവിടെ ഇത്രത്തോളം ഒരു കോൺട്രവേഴ്സി ആവാനുള്ളതിന്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ആദ്യകാലങ്ങളിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും, ഈ ഫാദർ കിച്ചുവിനെ നന്നായി സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഫാദർ കിച്ചുവിന് അഗെയിൻസ്റ്റ് ആണ്. കിച്ചുവിന് അഹങ്കാരമാണ്, കിച്ചു അതാണ് ഇതാണ് എന്നൊക്കെയാണ് പറയുന്നത്. കിച്ചുവിൻ്റെ മേ ബി ഒരു വീഡിയോ കണ്ട സമയത്ത് പറഞ്ഞൊരു സാധനമായിരിക്കും എല്ലാവരുടെയും പരാതി തീർക്കാൻ. അതിൽ എനിക്കും തോന്നി ഈ കുട്ടിക്ക് അഹങ്കാരം എന്നുള്ളത്. എനിക്കും തോന്നി, ക്ലിയർ ആയിട്ട് പറയാലോ. എന്താണെങ്കിലും ഒരാൾ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് അത് അവന് ഇഷ്ടമുള്ളവനാണെങ്കിലും ഇഷ്ടമില്ലാത്തവനാണെങ്കിലും കുറച്ച് മനസ്സലിവ് തോന്നുന്നത് നല്ലതാന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പോൾ എന്താവട്ടെ, ഫാദർ എന്തായാലും ഇവിടെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഫാദർ ഇതൊക്കെ കണ്ടതിൻ്റെയൊക്കെ ഹാങ് ഓവറിൽ എന്തൊക്കെയോ അതിന് ശേഷം കിച്ചുവിന് ഈ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അതിൻ്റെ താഴെ കുറേ നെഗറ്റീവ് വന്ന സമയത്ത് കിച്ചു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നു. ആ വന്ന വീഡിയോയിൽ പണ്ടുണ്ടായിരുന്ന ആളുടെ ഒരു കോൺട്രവേഴ്സി എടുത്ത് കാണിക്കുകയും റിയാക്ട് ചെയ്യുകയും ചെയ്തു. അതിനെ പിടിച്ചിട്ട് ഓഫ്കോഴ്സ് രേണു ഒരു വീഡിയോ ഇടുന്നു, ആ വീഡിയോയിൽ കരയുന്നു, ഇങ്ങനത്തെ കുറേ സാമഗ്രികളുണ്ടായി. അപ്പം അച്ഛനോട് ഉദ്ദേശിച്ചത്, ഞാൻ എൻ്റെ പ്രോപ്പർട്ടി കൊടുത്തത് രാഹുൽ ദാസിനും ഋതുൽ ദാസിനും ഈക്വലി ആണ്. അപ്പോൾ എനിക്ക് അവനോട് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഞാൻ ആ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ കേട്ടു വന്നു. എന്തുകൊണ്ടാണ് അച്ഛൻ ഇത്രയും കാലം ഈ കാര്യങ്ങളൊന്നും അച്ഛൻ പുറത്തു വന്ന് പറയാത്തത്? ഇത്രയും കാലം അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഒരു അഭിപ്രായം ഒന്നും കേട്ടില്ലല്ലോ. രാഹുൽ ദാസിനെ കിച്ചുമോനേന്ന് വിളിച്ചിട്ട് തലയെ കയറ്റി വെച്ച് തുള്ളിയതല്ലായിരുന്നോ? അപ്പം അന്ന് നാട്ടുകാർ പറഞ്ഞതിൽ സത്യാവസ്ഥ ഉണ്ടോ എന്ന് അന്വേഷിച്ചൂടെ? ഇല്ല. പിന്നെ അച്ഛൻ്റെ ഈ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെയുള്ള ഒരു വീഡിയോ കണ്ടാൽ കിച്ചു അതാണ്, കിച്ചു ഇതാണ്, കിച്ചുവിനെ കുറിച്ച് അത് കേൾക്കണം ഇത് കേൾക്കണം, ഞാൻ പൊട്ടിക്കുന്നില്ല, ബോംബുണ്ട്, ഉണ്ടയുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ കണ്ടു. കിച്ചുവിൻ്റെ ലൈഫ് സ്റ്റോറി ഇട്ട സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് കിച്ചു പറഞ്ഞിരുന്നു, ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ഞാൻ കണ്ടിന്യൂസ് ആയി ലഹരി ഉപയോഗിച്ചിരുന്നു, എനിക്ക് വന്ന കുറേ ഡിപ്രഷനും ട്രോമയും കാരണം തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ ഒരാളാണ്. അവൻ സമ്മതിച്ചു അവൻ യൂസ് ചെയ്ത കാര്യം. റീസെൻ്റ്ലി ഇപ്പം ഈ ഒരു വർഷത്തിനിടയിൽ അവനുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പിടിച്ചോ കണ്ടോ? അച്ഛൻ വരൂ, തെളിവുമായിട്ട് വരൂ. അവിടെ സത്യസന്ധമാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളോട് നിന്ന് സംസാരിക്കും. ഇത് ഒരാവശ്യമില്ലാണ്. ആൻഡ് ഇവിടെ ഒരു പ്രശ്നം നടന്ന എന്താ, കിച്ചു എന്നെ കാണാൻ വന്നില്ല എന്ന് രേണു പറയുന്നു, കിച്ചു ഞാൻ വരാം എന്ന് കിച്ചു പറയുന്നു. എന്തുകൊണ്ട് വന്നില്ല എന്നൊരു ചോദ്യം കൊടുക്കുന്നു. കിച്ചു അതിന് കിച്ചുവിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നു. ആ എക്സ്പ്ലനേഷൻ കേട്ട് അപ്പുറത്തുനിന്ന് വീഡിയോ വരുന്നു. അങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇടുന്നതിനിടയിൽ എന്താണ് അച്ഛൻ്റെ പ്രശ്നം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കിച്ചു അത് ചെയ്തു ഇത് ചെയ്തു, കിച്ചുവിൽ അതുണ്ട് ഇതുണ്ട് മറ്റേതുണ്ട്, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് പറഞ്ഞുകൊണ്ട് എന്താ കിട്ടുന്നത്? അച്ഛനിപ്പോൾ പല സാധനങ്ങളും എന്താ ബൈക്കിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ഒക്കെ ഇതിൽ പറയുന്നത് കേട്ടു. ഇതൊന്നും രേണു ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ല. രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രേണുവിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് വ്യക്തികൾ ഇതൊന്നും പറഞ്ഞ് കണ്ടിട്ടില്ല. പിന്നെ വാട്ട് ഈസ് ദ പർപ്പസ്? വൈ? എന്തിനാണ് ഇവിടെ ഇങ്ങനെ കയറി പുതിയ വിഷയം ഉണ്ടാക്കുന്നത്? സ്ഥലം കൊടുത്തൊക്കെ നല്ലതാണ്, കൊടുത്തു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പോയിക്കൂടെ? കോൺട്രവേഴ്സി ഉണ്ടാക്കി
അത് കഴിഞ്ഞ് കോൺട്രവേഴ്സി തീർന്നു. ഇപ്പം നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്ത് പോയിക്കൂടെ? ഹൗ ക്യാൻ? ലോക്കൽ ഗാർഡിയൻ ആണോ? ഗാർഡിയനായിട്ട് അവർക്ക് ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരില്ലേ? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഈ കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ അക്കൗണ്ടൊക്കെ എടുത്ത് നോക്ക്. കുറേ കാലങ്ങളായി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ. അതിനുള്ള സ്പേസ് നിങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. എന്തിന്? എത്ര ബിഷപ്പുമാരുണ്ട്, എത്ര ഫാദർമാരുണ്ട് ഈ ലോകത്ത്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഫാദർമാരുണ്ട്. ഇതിലും വലിയ ചാരിറ്റി ചെയ്യുന്ന ഫാദർമാരുണ്ട്. ഇവരാരെങ്കിലും ഇങ്ങനത്തെ കോൺട്രവേഴ്സിയിലോ കാര്യത്തിലോ വരുന്നുണ്ടോ? ഇൻ്റർവ്യൂ കൊടുക്കാൻ പോകുന്നുണ്ടോ? പുറകെ നടക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. വൈ യു ജസ്റ്റ് തിങ്ക് ഫാദർ തിങ്ക്. പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതെ. അത് അവരുടെ ഇന്റേണൽ കാര്യങ്ങൾ, അത് ഫാമിലി കാര്യം അവരാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ അറിഞ്ഞിരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഞാനത് പബ്ലിക്കിനോട് പറയാൻ ഒക്കത്തില്ല. അതെ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ആക്കി സമൂഹത്തിൽ എന്നെ വലിച്ചു കീറുന്ന സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. അതിന്റെ പ്രധാന കാര്യം, രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞാൻ 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒന്ന് വസ്തു കൊടുക്കുന്ന സമയത്ത്, പിന്നെ എപ്പോഴോ ഒരു പ്രാവശ്യം അവരുടെ വീട്ടില് ചടങ്ങ് എന്തോ നടക്കുമ്പോൾ ഹൗസ് വാമിംഗ് ചടങ്ങിന് കണ്ടു. അത്രയുമേ ഞാൻ കണ്ടിട്ടു 2 times. പക്ഷേങ്കിൽ ഈ ചെറുപ്പക്കാരൻ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, നിരവധി കാര്യങ്ങളിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്തു, അത് അവിടെ കൊണ്ട് കഴിഞ്ഞു പോയല്ലോ. ഇവിടെ എല്ലാ അച്ഛൻ തന്നെ പറയുന്നുണ്ടല്ലോ. അച്ഛൻ തന്നെ പറയുന്നുണ്ട് അവൻ പലതും ചെയ്തു, അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അതിനെ ഞങ്ങൾ പറഞ്ഞ് ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? പോലീസുകാർ ചോദിക്കുന്നില്ല, നാട്ടുകാർ ചോദിക്കുന്നില്ല, ഫാമിലി ചോദിക്കുന്നില്ല, ആരും ചോദിക്കുന്നില്ല, ആരും പറയുന്നില്ല, വീഡിയോ ഇടുന്നില്ല, ഒന്നുമില്ല. അച്ഛനാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ട് കിടക്കുന്നത്. അച്ഛൻ എന്തിനാണ് ഇത് ചോദിക്കുന്നത്? അച്ഛൻ എന്തൊക്കെ പണി പള്ളിയിൽ ചെയ്യാണ്ട്, എന്തൊക്കെ സഭയായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാണ്ട്. അച്ഛൻ ഇത് മാത്രമല്ല, അച്ഛൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം. ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുക്കും, സ്ഥലം കൊടുക്കും. ഇവരുടെയൊക്കെ കുടുംബകാര്യത്തിൽ അച്ഛൻ കയറി ഇടപെടുന്നുണ്ടോ? ചോദിക്കുന്നുണ്ടോ? പറയുന്നുണ്ടോ? ഇല്ല. ദെൻ വൈ ദിസ്? ഇപ്പം ആരും വീഡിയോ ചെയ്യുന്നില്ല, ആരും സംസാരിക്കുന്നില്ല, ഒന്നുമില്ല. എഗെയിൻ ഇത് പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു. അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവർ സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ച് അവരുടെ ബൈക്ക് കൊണ്ടുപോയി. തൃക്കൊടുത്താനും പോലീസ് അവരുടെ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി. കൊണ്ടുപോയ ശേഷം രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന്റെ കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോഴ് ഈ ബൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഈ പയ്യനെ കൊണ്ടെല്ലാം എഴുതി വെപ്പിച്ചു കാര്യങ്ങൾ, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഇന്ന് ഈ ദിവസം വരെ രാഹുൽ ദാസ് പോയിട്ട് ഈ ബൈക്ക് തിരിച്ചെടുത്തിട്ടില്ല. എന്താ കാരണം? ആ ബൈക്ക് എടുത്തോണ്ട് പോകാൻ പോലീസിന്റെ അടുത്ത് പോയി അത് എടുത്തോണ്ട് പോകേണ്ട ഉത്തരവാദിത്തം അവനുള്ളതാണ്. ഇതാണ് അച്ഛൻ്റെ മെയിൻ പ്രശ്നം. ക്രിസ്മസ് ആഘോഷിക്കാൻ വന്ന സമയത്ത് രാഹുൽ ദാസും സുഹൃത്തും കിച്ചുവും സുഹൃത്തും പോയൊരു വണ്ടി പിടിച്ചു. ആ വണ്ടി കിച്ചു എടുത്ത് വന്നില്ല. കിച്ചു ആ വണ്ടി വേണ്ടാന്ന് വെച്ചാ, അല്ലെങ്കിൽ കിച്ചു ആ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ലഹരി പിടിച്ചു. എന്ത് വേണേ ആയിക്കോട്ടെ, അല്ലെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്, എന്ത് വേണേ ആയിക്കോട്ടെ. എന്താണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രശ്നം? ഇതിൽ 2 ടീം വന്നു. ഒന്ന് പോലീസുകാർ, നാട്ടുകാർ. ആദ്യത്തെ ഒരു കേസ് പോലീസുകാർ. ഓഫ് കോഴ്സ് ഒരു നാട്ടിലൊരു ചെക്കൻ എങ്ങനെ പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ 4 ആളോട് ചോദിക്കുക എന്നുള്ളൊരു സാധനമാണ്. അതായിരിക്കും പോലീസുകാർ ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ പള്ളിയിലച്ഛനായതുകൊണ്ടും ഇവരെ സ്ഥലം കൊടുത്തുകൊണ്ടും അറിയാമെന്ന് കരുതി. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഓരോരുത്തരും ഡിഫറെൻറ്റാണ്. ഞാൻ ഡിഫറെൻറ്റാണ്. ഞാൻ എന്താണെന്ന് പൂർണ്ണമായി അറിയുന്നത് എനിക്ക് മാത്രം. ചിലപ്പോൾ എന്നെ കാണുന്ന ഒരു 100 ആൾക്ക് ചിലപ്പോൾ എന്നെ ജാടയായിട്ട് തോന്നാം, 100 ആൾക്ക് ഞാൻ ഭയങ്കര കമ്പനിയായിട്ട് തോന്നാം. പക്ഷേ ഞാൻ ജാടയാണോ ഞാൻ കമ്പനിയാണോ എന്ന് എനിക്ക് മാത്രമേ അറിയൂ. അപ്പം നാട്ടുകാർ പറയുന്ന ബേസ് ചെയ്തിട്ടാണോ ഒരു പോലീസുകാരൻ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും നടത്തുക? ഇനി രണ്ടാമത്തെ ഒരു സാധനം, നാട്ടുകാർ. ഈ നമ്മളുടെ ഒരു ഏരിയയിൽ ഒരു 10-20 വീടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും നമ്മൾ ഒരുപോലെ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. വല്ലോൻ്റെ പല്ലിൻ്റെ ഉള്ളത്തെ ഇത് കുത്തിയെടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നാട്ടുകാരാണ്. സ്വന്തം വായത്തെ ഒന്നും നോക്കാനോ പറയാനോ ഒന്നും നിൽക്കില്ല. അങ്ങനത്തെ കുറേ വിഷങ്ങൾ ഈ ലോകത്തുണ്ട്. വിഷങ്ങൾ എന്ന് വെച്ചാൽ വിഷങ്ങളുണ്ട്. വെറുതെ ഇല്ലാത്ത ചെന്ന് പറഞ്ഞു കൊടുക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ കുറേ ടീമുകളുണ്ട്. അത് പറഞ്ഞാലും തീരാത്ത തരത്തിലുള്ള ഒരുപാട് ടീമുകളുണ്ട്. അപ്പോൾ ഈ നാട്ടുകാർ ചെന്ന് പറയുന്നത് കേട്ട് വിശ്വസിക്കേണ്ട ആവശ്യം ഫാദറിന് എന്താ? ഫാദർ എന്തേ ലൈവായിട്ട് കണ്ടോ? ഫാദർ എന്തേ ലൈവായിട്ട് കേട്ടോ? എനിക്ക് അല്ലെ ഫാദറിന് വിജയിക്കേണ്ട ഫാദർ തന്നെ പറഞ്ഞു, ഞാൻ ശ്രീകണ്ഠൻ നായർ പറഞ്ഞതിൻ്റെ ഭാഗമായി സ്ഥലം കൊടുത്തു എന്ന്. പിന്നെ എന്തിനാ ഇതൊക്കെ നോക്കുന്നത്? എന്തിനാ ഇതൊക്കെ ബാധിക്കുന്നത്? എന്താ ഇതിൻ്റെ പ്രശ്നം? എന്താ ഇവിടെ ഇഷ്യൂ? എന്താണ് ഇൻ്റർഫിയർ ചെയ്യേണ്ട ആവശ്യം? ഇൻ്റർഫിയർ ചെയ്തിട്ട് എന്താ കിട്ടുന്നത്? എനിക്കറിയുന്നില്ല. അവിടെ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് കിച്ചുവിൻ്റെ സൈഡ് പിടിച്ച് കുറച്ച് കാലം ഇൻ്റർഫിയർ ചെയ്തിട്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇവിടെ നിന്ന് കുറേ ഇൻ്റർഫിയർ ചെയ്ത് സംസാരിച്ചു. എനിക്ക് ഈ ഒരൊറ്റ സാധനത്തിലാണ് എനിക്ക് ഇതുമായിട്ട് ഒട്ടുമേ യോജിക്കാൻ പറ്റാത്തത്. ഒരാവശ്യമില്ലാത്ത സ്പേസ് കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്പേസ് ഉണ്ടാക്കി സംസാരിച്ച് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ?
എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ ഇതാണ്. റീച്ചാണോ എന്ന് നോക്കിയാൽ നമ്മളൊക്കെ റീച്ച് ചെയ്ത് ഒരു 10 ആൾ 10,000 ആൾ കാണുമായിരിക്കും. റീച്ച് കിട്ടട്ടെ, അല്ലാണ്ട് എന്താ പറയേണ്ടത്? ആർക്കും പ്രശ്നമല്ല. അവരെ പേജിലും വീഡിയോ ഇല്ല, ഇവരെ പേജിലും വീഡിയോ ഇല്ല. അച്ഛനിടയിൽ കിടന്നിട്ട് എന്തൊക്കെയോ വീഡിയോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എടുക്കുവാനായിട്ട് അവിടെ മടങ്ങി ചെല്ലുന്നില്ല. എന്താണെന്നുള്ള കാര്യം തൃക്കൊടിത്താനം പോലീസുമായിട്ട് ബന്ധപ്പെടട്ടെ. എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ എനിക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുന്നത്. തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനുമായിട്ട് രാഹുൽ ദാസ് ഓടിച്ച വാഹനം എന്തുകൊണ്ട് പോലീസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എന്നെ എതിരായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഞാൻ പറഞ്ഞു, പല കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഒരെണ്ണമേ ഇപ്പൊ പറയുന്നുള്ളൂ, ഒറ്റ കാര്യമേ ഇപ്പൊ പറഞ്ഞുള്ളൂ. ഈ 3 സുഹൃത്തുക്കളെ പോലീസ് പിടിച്ചു നിർത്തുന്നു, ഇവരവിടെ ചെല്ലുന്നു, ഇവർ പോലീസിന് മുമ്പിൽ എഴുതി വെക്കുന്നു, കോടതികളിൽ അവർക്ക് വേണ്ട പേയ്മെന്റുകളൊക്കെ കോടതിയിൽ ഫൈൻ കെട്ടിവെക്കുന്നു, ഈ വാഹനം അവിടെ ഇരിക്കുന്നു. ഇതുവരെ ഈ ബൈക്ക് അവർ എടുത്തോണ്ട് പോകാൻ ഇപ്പോൾ 2 വർഷമായി. ഇന്ന് വരെ ആ ബൈക്ക് എടുത്തോണ്ട് പോകാൻ രാഹുൽ ദാസ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. എന്തുകൊണ്ട്? ഇനിയിപ്പോൾ ലഹരിന്റെ കേസാണ് അച്ഛൻ പറയുന്നതെങ്കിൽ എന്തായാലും സുഹൃത്തുക്കൾ ബൈക്ക് പോകുന്ന സമയത്ത് ആരെയും റോട്ടിലിട്ട് പീഡിപ്പിക്കാനൊന്നും പോകുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെ പോക്സോ ഒന്നും ഇല്ല എന്ന വിശ്വാസം. ലഹരിയാണെങ്കിൽ അച്ഛാ, ലഹരി ഉപയോഗിക്കുന്ന ഈ ലോകത്ത് ഈ 3 പിള്ളേർ മാത്രമല്ല. ഐ എം വർക്കിംഗ് ആസ് എ ഡി അഡിക്ഷൻ സെൻ്റർ കൗൺസിലർ. ഞാൻ എല്ലാ ദിവസവും രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ കാണുന്നത് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. അതിൽ ആൽക്കഹോൾ ഉണ്ട്, ഇനി അതല്ലാത്ത തരത്തിലുള്ള കാനബീസ് ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്, എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇവർ മാത്രമല്ല, ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവനെ നീ ഉപയോഗിക്കുന്നവനാ, നീ വൃത്തികെട്ടവനാ, നീ നന്നാവില്ല, നീ പണ്ടാരടങ്ങി എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിലൊരു വിഭക്തമായി അവനെ റോട്ടിലോട്ട് ഇട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. പറ്റിപ്പോയി, തെറ്റിൽ നിന്ന് നീ മാറണം, നിനക്ക് നന്നാവാൻ പറ്റും എന്നുള്ളൊരു പ്രചോദനം കൊടുത്ത് ചേർത്ത് നിർത്തുക ചെയ്യേണ്ടത്. ഇവിടെ ഈ ഒരു സാധനം അച്ഛൻ അറിയാം. അതിൽ പിടിച്ചിട്ടാണ് അച്ഛൻ എൻ്റെ കയ്യിൽ ഒന്നല്ല കേട്ടോ, എൻ്റെ കയ്യിൽ വീണ്ടും ഉണ്ട് കേട്ടോ, ഒന്നുകൂടെ ഉണ്ട് കേട്ടോ, ഞാനതിപ്പോൾ പൊട്ടിക്കുണ്ടോ, പൊട്ടിച്ചാൽ തീർന്നു കേട്ടോ, ഇപ്പോൾ പൊട്ടുണ്ടോ. നമ്മൾ ഏതൊരു സിനിമയിൽ പൊട്ടി ആ കളിയാണ്. പൊട്ടിക്ക്, കാണിക്ക്, തെളിവ് കാണിക്കുക, എന്തായാലും ഇൻ്റർവ്യൂ കൊടുക്കുക, കുറച്ച് എക്സ്ക്ലൂസീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അടിപൊളി സാധനങ്ങൾ കാണിക്കുക. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ കാര്യമുണ്ട്. നമുക്കിതിനെ പുറകെ പോകാൻ വയ്യ. അവനും അവൻ്റെ വീട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം നമുക്കില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം തെളിവായി വരികയാണെങ്കിൽ അപ്പെടുത്ത് സംസാരിക്കുക. ഞങ്ങളിപ്പോൾ റിയാക്ഷൻ വീഡിയോക്കാർ എന്തിനാണ് അതിൽ പോകുന്നത്? അച്ഛനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കില്ലായിരുന്നു. അച്ഛൻ ഇങ്ങനെ നിരത്തി ഇൻ്റർവ്യൂ കൊടുത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. ഇൻ്റർവ്യൂ നിർത്തി ഞങ്ങൾ പറയില്ല. അച്ഛൻ നേരെ പോയിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ച് കിച്ചു ദ റിയൽ കിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇടും. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറ. അതിൽ പ്രൂഫ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനൊക്കെ അപ്പം തന്നെ കിച്ചുവിനെ അഗേൻസ്റ്റ് സംസാരിക്കും. അല്ലാണ്ട് എനിക്കറിയില്ല. അതൊരു ചോദ്യമാണല്ലോ. ഞാൻ അവന് പ്രോപ്പർട്ടി എഴുതി കൊടുത്ത കാരണത്താൽ തൊട്ടടുത്ത വീടാണ് പോലീസ് എന്നെ മേൽ അന്വേഷണം വെച്ചു, എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എന്താ ആൻസർ കൊടുക്കണം? എനിക്ക് എന്താ അറിയാൻ പറ്റുമോ അതിനെപ്പറ്റി? അപ്പോഴാണ് സമൂഹത്തിൽ അയൽവാസികളായിട്ടുള്ള പല പ്രിയപ്പെട്ടവർ പല കാര്യങ്ങൾ എന്നോട് പറയുവാനിടയായി. അപ്പോഴാണ് അതിന്റെ ഭീകരമായ സാഹചര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുവാനായിട്ടിടയായത്. ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ഇത് പറഞ്ഞില്ല. പക്ഷേ ബിഷപ്പ് എന്തോ തെറ്റ് ചെയ്തു, ബിഷപ്പ് എന്തോ കോർണർ ചെയ്തു. ഞാൻ എന്തിന് കോർണർ ചെയ്യണം? ഞാനൊരു അനാഥമായിട്ടുള്ള അനുഭവത്തിൽ കടന്നുപോയ ഒരു കുട്ടീനെ ചേർത്ത് നിർത്തിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? ആ കുട്ടിക്ക് പേരൻസ് ഇല്ല, അമ്മ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി. ഇളയ കുട്ടിക്ക് അമ്മയുണ്ട്, അച്ഛനില്ല. ആ 2 കുഞ്ഞുങ്ങളെ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം 5 സെന്റ് സ്ഥലം ചോദിച്ചപ്പോൾ 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിൽ തുല്യമായി എഴുതി കൊടുത്ത ഞാൻ എന്ത് കോർണർ ചെയ്യണം? ഒരിക്കലും കോർണർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മതി ഗൈസ്. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല. ഇത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ പൊട്ടിക്കുന്നു പറഞ്ഞിട്ട് എന്തായാലും ഇപ്പോൾ ഒന്നും പൊട്ടിച്ചിട്ടില്ല. ഇനി എന്തായാലും പൊട്ടിക്കുമ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് വരാം. അല്ലാണ്ട് വെറുതെ ഒരു സ്പേസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വായെ തോന്നി പറയുന്നത് ഒരിക്കലും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞത് ഞാൻ അവരുടെ ടോപ്പിക് എടുത്ത് സംസാരിക്കുകയോ റിയാക്ട് ചെയ്യുകയോ അല്ല. ഇങ്ങനത്തെ ഇരട്ട താപ്പ് കാണുന്ന സമയത്ത്, ഒരു വിഷയമില്ലാണ്ട് നിൽക്കുന്ന സമയത്ത്, വെറുതെ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കാണുന്ന സമയത്ത് സംസാരിച്ച് പോവാണ്. ചെയ്യേണ്ട മുഴുവൻ ചെയ്ത് പറയേണ്ട എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുൾ സോഷ്യൽ മീഡിയയും റിയാക്ഷൻ വീഡിയോക്കാരെയും ചെയ്യുമ്പോൾ നമുക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം മമ്മി അൺഫിൽറ്റേർഡ്. കാരണം ആദ്യമായിട്ടാണ് ഒരു കണ്ടന്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തി ഗൈസ്. അപ്പോൾ ഫാദർ ബിഷപ്പ് നോബൽ, ടിൽ ദെൻ ഇറ്റ്സ് ബൈ. ഇറ്റ്സ് എ ടൈം ഫോർ യു ടു എക്സ്പോസ് ചെയ്യൂ. കാണട്ടെ, സത്യമുണ്ടെങ്കിൽ 100% അങ്ങയുടെ കൂടെ നിന്ന് സംസാരിക്കും. ആൻഡ് സെക്കൻഡ് തിങ്, ഇനി ഇതൊക്കെ ഒഴിവാക്കി ഈ വിഷയം ഇവിടെ കൊണ്ട് വിട്ട് ഇനി ഇൻ്റർവ്യൂസും കാര്യങ്ങളും സ്കിപ്പ് ചെയ്ത് ഫാദറിൻ്റെ വർക്ക്, പള്ളിയിലെ കാര്യങ്ങൾ, അല്ലാണ്ടുള്ള ചാരിറ്റി വർക്ക് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. ഒരുപാട് ബിഷപ്പുമാരുണ്ട്. അവരൊക്കെ എങ്ങനെയാണോ മാർഗരേഖ സ്വീകരിക്കുന്നത് അതുപോലെ ഫാദറിനും പോകാൻ പറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.